ഹലോ, ഇത് നമ്മുടെ ആഗ്രയിലുള്ള ആഗ്ര ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ട എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ചെങ്കല്ല് കൊണ്ടാണ്. കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചുമന്ന കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 94 ഏക്കറോളം വരും. വൃത്താകൃതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മുടെ താജ്മഹലിൻ്റെ 2.5 കിലോമീറ്റർ അപ്പുറത്ത് വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യണത്. പിന്നെ നമ്മുടെ യമുനാ നദി ഇതിൻ്റെ സമാന്തരമായിട്ടാണ്, ഈ കോട്ടയുടെ സമാന്തരമായിട്ടാണ് വരുന്നത്. ഇത് അകത്തുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കോട്ടയുടെ മതിലുകൾക്ക് 70 അടിയോളം ഉയരമുണ്ട്. അതുപോലെ ഇരട്ട ഭിത്തികളാണ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അന്ന് കാലത്ത് ഇരട്ട ഭിത്തിയുള്ള കോട്ടമതിലുകളാണ് പണിതിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉയരം 70 അടിയോളമാണെന്നാണ് പറയണത്. പൂന്തോട്ടങ്ങളൊക്കെ മനോഹരമായിട്ട് അവർ സംരക്ഷിച്ച് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ആനയ്ക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കവാടമാണ്. ആനയുടെ കടക്കുന്ന ഒരു ഗേറ്റാണ്. പിന്നെ ഈ കാണുന്നത് ദീവാനി ഖാസ്, അങ്ങനെയാണ് ഈ നേരെ കാണുന്ന ആ ഒരു സൗധത്തിന് പറയണത്. ദീവാനി ഖാസ് എന്നാണ് പറയണത്. ഇത് നമ്മുടെ മുംതാസിന് വേണ്ടിയിട്ട് ഷാജഹാൻ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണ്. കൊട്ടാരം എന്നല്ല, ഒരു അവർക്കുള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക അതിന്, മൻസിൽ. ഇതിനകത്ത് നിറച്ച്, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് അതിൽ രത്നങ്ങളും ഒക്കെ പതിച്ചിട്ടുണ്ടായിരുന്നു. വിശാലമായ ഇടനാഴികളൊക്കെയാണ്. പിന്നെ മുഗൾ രാജാക്കന്മാരുടെ ഭരണശേഷം ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും ഇതിലെ അമൂല്യങ്ങളായിട്ടുള്ള എല്ലാ രത്നങ്ങളും സാധനങ്ങളും എല്ലാം അവർ പിടിച്ചടക്കി കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടു, ഈ ഡോറുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഈ കോട്ടയിലെ വിശിഷ്ടരായിട്ടുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഫുള്ളി ലോക്ക്ഡാണ്, നമുക്കൊന്നും പ്രവേശനമില്ല, ടൂറിസ്റ്റുകൾക്കൊന്നും. മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇടനാഴികളുടെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ലേ. 94 ഏക്കറാന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും വലുതാണ് ഈ കോട്ടയുടെ ഒരു വിസ്തൃതി. നമുക്കൊരു 1 ഡേ, മിനിമം ഒരു ഹാഫ് ഡേ എങ്കിലും വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ. ഇത് വളരെ മനോഹരമാണ് കേട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്കെല്ലാം?